എമിറേറ്റ്സ് വിമാനങ്ങൾ നാളെ രാത്രി 12 വരെ സർവീസ് നടത്തില്ലെന്ന് അറിയിച്ചു. എതിഹാദ് വിമാനങ്ങൾ മറ്റന്നാൾ വരെ സർവീസില്ല. എയർ അറേബ്യ സർവീസുകൾ നാളെ ഉച്ചവരെ ഉണ്ടാകില്ല. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, വിമാന സർവീസുകളെ കാര്യമായി തന്നെ ഈ സംഘർഷം ബാധിച്ചിട്ടുണ്ടല്ലേ? അലിഷ, ഇപ്പോഴത്തെ അവസ്ഥയിൽ വ്യോമപാത തുറന്നിട്ടുള്ളത് ഒമാനും സൗദിയും മാത്രമാണ്. സൗദി വിമാനങ്ങൾ അതേപോലെ ഒമാൻ വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ വിമാനങ്ങൾ തിരിച്ച് സർവീസ് നടത്തുന്നത് സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. ഒമാനിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് 3 സർവീസുകൾ പ്രഖ്യാപിച്ചിരുന്നു. അത് നടക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ നടക്കുന്ന മറ്റ് മിക്ക രാജ്യങ്ങളും വ്യോമപാത അടച്ചിട്ടിരിക്കുകയാണ്. UAE-യിൽ നിന്ന് ഒഴിപ്പിക്കൽ വിമാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് സർക്കാർ നടത്തിയ ബ്രീഫിങ്ങിൽ ഏതാണ്ട് 18,000-ഓളം യാത്രക്കാരെ അവരെ വിവിധ രാജ്യങ്ങളിലേക്കായി ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരം സേവനങ്ങൾക്കുള്ള വിമാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ UAE-യിൽ നിന്ന് സർവീസ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്ന് രാത്രി ഫുജൈറയിൽ നിന്ന് സ്പൈസ് ജെറ്റിന്റെ ഒരു വിമാനം കൊച്ചിയിലേക്ക് പോകുന്നുണ്ട്. രാത്രി 10:10 ആ വിമാനം സർവീസ് നടത്തുന്നത്. അതുപോലെ എമിറേറ്റ്സും ഇത്തിഹാദും എയർ അറേബ്യയും UAE-യിൽ നിന്ന് ആളുകളെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള, കുടുങ്ങിപ്പോയ ആളുകളെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സർവീസ് നടത്തുന്നുണ്ട്. മറ്റ് സർവീസുകൾ നാളെയും മറ്റന്നാളുമായി മാത്രമേ പുനരാരംഭിക്കൂ. അല്ലെങ്കിൽ അതുവരെ ഈ മറ്റ് സാധാരണ സർവീസുകൾ റദ്ദാക്കിയിരിക്കുകയാണ് എന്നാണ് UAE വിമാന കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. അലീഷ, ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.